ഹലോ എവ്രി വൺ. ഞാനിവിടെ കുറേ എംറ്റീസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് എംറ്റീസ് ബേസിക്കലി ഉപയോഗിച്ച് തീർന്ന സാധനങ്ങളാണ്. ഇതിൽ ഏതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ്, ഏതൊക്കെ ഞാൻ റീപർച്ചേസ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ റിവ്യൂവിൽ പറയാൻ പോകുന്നത്. ഒരു വെറൈറ്റി ഓഫ് സാധനങ്ങളുണ്ട്. ഞാനിങ്ങനെ തീർക്കുമ്പോൾ ബോട്ടിൽ കളയില്ല. എനിക്ക് അമ്മ ഒരു പേര് ഇട്ട് വെച്ചിട്ടുണ്ട്, ഈ ആക്രിക്കച്ചവടം പോലെ എല്ലാം ഞാൻ സൂക്ഷിച്ച് വയ്ക്കും എന്നുള്ളത്. ഐ ഡു ദാറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ഇഷ്ടപ്പെട്ട കുറച്ച് പ്രോഡക്ട്സാണ് കാണിക്കാൻ പോകുന്നത്. ഒക്കെ അവിടെ ഇരിക്കട്ടെ. ഫസ്റ്റ് എന്ന് പറയുന്നത് വിഷ് കെയർ. ഈ സാധനം ഞാൻ എൻ്റെ വീഡിയോയിൽ ഇതിന് മുമ്പ് വാങ്ങിയ സമയത്തും കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഉറപ്പില്ലായിരുന്നു ഇത് വർക്ക് ചെയ്യുമെന്ന്. പക്ഷേ ഞാൻ ത്രെഡ് ചെയ്യാൻ പോകുമ്പോൾ ഓരോ മാസം കഴിയുമ്പോഴും നമ്മുടെ പാർലറിലെ ചേച്ചി പറയും പുരികം വളർന്നല്ലോ. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി, വളർന്നോ. പിന്നെ എനിക്ക് തോന്നി ശരിയാണ്. ഞാൻ പണ്ട് ഒരു മാസം ഒരിക്കൽ ത്രെഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ പുരികം വളരും, കൂടുതൽ കുഞ്ഞുമുടി വരാൻ തുടങ്ങി, അങ്ങനെയൊക്കെ. അപ്പോൾ തിക്ക് ഐബ്രോസ് ആൻഡ് ഐ ലാഷസ് ഞാൻ ഉപയോഗിക്കുന്നില്ലാണ്ട് എനിക്കറിയില്ല. എൻ്റെ കൂടെ ഒരു സ്പൂളി പോലത്തെ ഒരു സാധനവും കൂടെ വരും. ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ്: കാസ്റ്റർ ഓയിൽ, വെർജിൻ സെസമേ ഓയിൽ, കോക്കനട്ട് ഓയിൽ, എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ, സ്വീറ്റ് ആൽമണ്ട്, ഹോഹോബ, വൈറ്റമിൻ ഇ. ഇതൊക്കെ വീട്ടിൽ തന്നെ ഉള്ള ഓയിലല്ലേ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് വിചാരിക്കും, ഞാൻ തന്നെ കലക്കിയാൽ പോരെ. പക്ഷേ അതിനുള്ള സമയവും ഇല്ല. പിന്നെ ഓരോ ഓയിലായിട്ടൊന്നും വാങ്ങി ഇതിനുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെനക്കേടാ. 30 ml എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നിൽക്കുകയും ചെയ്യും. ഇതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പ്രോഡക്റ്റാണ്. ഇത് തീരാൻ ഇങ്ങനെ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ഞാൻ ഉറപ്പായും വീണ്ടും വാങ്ങും. തലയിൽ കൂടെ തേച്ച് നോക്കണോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതെനിക്കറിയില്ല, ഞാൻ ശ്രമിച്ചിട്ടില്ല. ശ്രമിച്ചാൽ സക്സസ് ആയാൽ ഞാൻ പറയാം. പിന്നെ ഞാൻ ട്രൈ ചെയ്തത് ലവ്കോ എന്നുള്ള ബ്രാൻഡിൻ്റെ വെൽ ഹീൽഡ് ഒലിവ് ലാവൻഡർ ഫൂട്ട് ബാം. ഇത് ഡ്രൈ ആൻഡ് ക്രാക്ഡ് ഫീറ്റ്, പെപ്പർമിൻറ്റ് ഓയിൽ ആൻഡ് ടീ ട്രീ ഓയിൽ. ഇത് ഏതാണ്ട് അറ്റം പറ്റി, തീർന്നിട്ടില്ല, അറ്റം പറ്റി. ഇതിങ്ങനെ എൻ്റെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഒരു ട്രാൻസ്പെറൻറ്റ്, ഒരു നമ്മുടെ പെട്രോളിയം ജെല്ലിയില്ലേ, വാസലിൻ, അതേപോലത്തെ ടെക്സ്ചറാണ്. നല്ല സ്ട്രോങ് ലാവൻഡർ മണമാണ്. നല്ല ഡ്രൈ ഹീൽസ്. ഇപ്പം ഞാൻ കാലൊന്ന് നനച്ച് ചെറുതായിട്ട് വെറ്റാക്കി വന്നിട്ട് ഒപ്പിയിട്ട് ഇത് കാലിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ കിടക്കുക. ആ സമയം തന്നെ എനിക്ക് തോന്നാറുണ്ട് സ്ക്രബ്ബർ വെച്ച് സ്ക്രബ് ചെയ്താൽ ചിലപ്പോൾ നല്ല ഇഫക്റ്റ് ആയിരിക്കും. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. രാവിലെ എണീക്കുമ്പോൾ കാല് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടിരിക്കും. നിങ്ങൾക്ക് ഓൾറെഡി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അത് പെഡിക്യൂറൊക്കെ ചെയ്ത് കാല് ഭയങ്കര ഡ്രൈ അല്ല, എക്സ്ട്രീംലി ഡ്രൈ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഇത് മതിയായിരിക്കും. ഭയങ്കര ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ഇത് മാത്രം കൊണ്ട് ചിലപ്പോൾ നിൽക്കില്ല. പക്ഷേ ഇതെന്തായാലും ഒരു നല്ല പ്രോഡക്റ്റാണ്, ലാഭമാണ്. 100 ഗ്രാം പ്രോഡക്റ്റാണ്. ഈ ബാം പോലെ ആയതുകൊണ്ട് നന്നായിട്ട് സ്പ്രെഡ് ആവും. അപ്പം ആ ഒരു ക്വാണ്ടിറ്റി വൈസ് ഓൾസോ ഒരു ലാഭമുണ്ട്. പിന്നെ എൻ്റെ മണം ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാത്രി അപ്ലൈ ചെയ്ത് തരുമ്പോൾ കയ്യിലൊരു മണം കാണും. അത് എനിക്ക് നല്ല കംഫർട്ടബിളായിട്ട് തോന്നാറുണ്ട്. പിന്നെ ഒരു പ്രോഡക്റ്റ് ഉള്ളത് ബോഡി വൈസിൻ്റെ മഗ്നീഷ്യം ലോഷൻ. ഇതിനകത്ത് മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽ റിക്കവറിക്കൊക്കെ ഭയങ്കര നല്ലതാണ്. ഒരു കാമിങ് എഫക്റ്റാണ്. ലാവൻഡർ ഫ്രേഗ്രൻസുമാണ് ഇതിനുള്ളത്. മഗ്നീഷ്യം ക്ലോറൈഡ്, മാംഗോ ബട്ടർ, കൊക്കോ ബട്ടർ, ഷിയ ബട്ടർ. ഇത് ഞാൻ എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പ് എൻ്റെ അപ്പർ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യും. ചിലപ്പോൾ കാലൊക്കെ വേദന ഉണ്ടെങ്കിൽ മുട്ടിന് താഴോട്ടൊക്കെ അപ്ലൈ ചെയ്യും. എനിക്കും തോന്നാണ്ട് 30 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം മറ്റേ തന്ത വൈബ് തള്ള വൈബ് എന്ന് പറഞ്ഞല്ലേ, മുട്ടുവേനയും കാലുവേനയും ഒക്കെ തുടങ്ങി. അതിനുള്ള മരുന്നല്ല ഇത്. പക്ഷെ എന്നാലും ഒരു മസിൽ റിക്കവറി എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ പറയാം. നല്ല മണമായതുകൊണ്ട് തന്നെയും പിന്നെ മാഗ്നീഷ്യം ലോഷൻ, മാഗ്നീഷ്യം പ്രൂവൺ ആയതുകൊണ്ടും ഇത് ആ നിലയ്ക്ക് ബെനിഫിഷ്യലാണ്. ഞാൻ ഫുൾ ബോഡി അങ്ങനെ അപ്ലൈ ചെയ്യാറില്ല. പക്ഷെ എന്നെ രാത്രി അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിപ്പം തീരാറായി. ഇപ്പം നെക്കിയിട്ടൊന്നും വരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇനി കമത്തിയിട്ട് ഇതിൻ്റെ ഫുൾ സാധനം എനിക്ക് പിഴിഞ്ഞെടുക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത ബോട്ടിൽ വാങ്ങണം. ഇതെന്തായാലും കൊള്ളാം. ഇതിൻ്റെ മണം ഭയങ്കര കാമിങ് ആണ്. എസ്പെഷ്യലി ടീച്ചേഴ്സോ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നേഴ്സ്, നിങ്ങൾ ഒരുപാട് നേരം നിൽക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഞാൻ ഉപയോഗിച്ചപ്പോൾ തീർത്തത് ബെല്ല വിറ്റയുടെ പെർഫ്യൂമാണ്, വൈറ്റ് ഔട്ട്. ഇവിടെ ഫുൾ സൈസും അവൈലബിൾ ആണ്. പിന്നെ 4 ഉള്ള ഗിഫ്റ്റ് സെറ്റ് പോലെ അവൈലബിൾ ആണ്. അങ്ങനത്തെ 2 സെറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഈ ഔദിൻ്റെ ഭയങ്കര ഒരു ഫാനാണേ. അപ്പോൾ ഇത് ശരിക്കും ഈ ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ അവരുടെ ഒരു പെർഫ്യൂമിൻ്റെ ഒരു മണമില്ലേ, ഒരു ഓറിയൻ്റൽ അറേബ്യൻ മണം, അതുപോലത്തെ ഒരു മണമാണ് ഈ പെർഫ്യൂമിന്. ഇത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉപയോഗിച്ച് തീർത്തത്. ഞാനിത് ലെയർ ചെയ്യും. വേറെ പെർഫ്യൂമിൻ്റെ കൂടെയൊക്കെ ഞാൻ അടിച്ച് മിക്സ് ചെയ്തൊക്കെ യൂസ് ചെയ്യും. നല്ല ഒരു സ്വീറ്റ് അല്ല, ബട്ട് ഒതൻറ്റിക് ഔദ് ഫ്രേഗ്രൻസ്. പക്ഷേ ഭയങ്കര മാസ്കുലിൻ, ഇങ്ങനെ മൂക്കി കുത്തുന്ന മണവും അല്ല. നല്ലൊരു റിച്ച് ഔദ് മണമാണ്. ഇനി ഔദിൻ്റെ കൂടെ കുറച്ച് സ്വീറ്റ്നെസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബെല്ലാവിറ്റൻ്റെ തന്നെ ഹണി ഔദ് ട്രൈ ചെയ്യാം. ഇത് തീർന്നിട്ടില്ല. ഇത് കുറച്ചുകൂടെ ഒരു സ്വീറ്റ് ഫ്രേഗ്രൻസ് ആണ്. മേ ബി പെൺകുട്ടികൾക്ക്, വിമൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് മണമാണെന്ന് പറയാം. ബട്ട് അത് തീർക്കാത്ത കാരണം കൊണ്ടല്ല, കുറേ പെർഫ്യൂംസ് ഉള്ളതുകൊണ്ടാണ് തീരാത്ത, ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല. ഈ വൈറ്റ് ഔദ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു ഫുൾ സൈസ് പർച്ചേസ് ചെയ്യാൻ ഉറപ്പിച്ചിട്ടുണ്ട്. ഔദ് ഫേവറേറ്റ് എന്ന നിലയിൽ ഐ ഹാവ് ടു ഗെറ്റ് ഇറ്റ്. പിന്നെ ഞാൻ ഒരു കോവാഷ് ട്രൈ ചെയ്തു. കേളപ്പ് എന്നുള്ള ബ്രാൻഡിൻ്റെ കോവാഷ് ക്ലെൻസിങ് കണ്ടീഷണർ. ഇത് ബേസിക്കലി നമുക്ക് ഷാമ്പൂവും കണ്ടീഷണറും ഉപയോഗിക്കാത്ത ദിവസങ്ങളിൽ മുടി കഴുകാനായിട്ട് ഉപയോഗിക്കാം. അലോവേറ, അവക്കാഡോ ബട്ടർ, റൈസ് പ്രോട്ടീൻ, സൾഫേറ്റില്ല, പാരബനില്ല, സിലിക്കോണില്ല. അപ്പോൾ ഞാൻ പുതിയ ഷാമ്പൂ ഉപയോഗിക്കുന്നതിന് മുന്നേ തലമുടിയിൽ എണ്ണയൊക്കെ തേക്കും. പിന്നെ ഷാമ്പൂ, അത് കഴിഞ്ഞ് കണ്ടീഷണർ, ഒരു മെനക്കെട്ട പണിയാണ്. എനിക്കാണെങ്കിൽ ഇഷ്ടമേ അല്ല ചെയ്യാനായിട്ട്.
അപ്പോൾ ഇപ്പം ഞാൻ മൺഡേ ഷാമ്പൂ ചെയ്താൽ മേ ബി ഒരു തേഴ്സ്ഡേ ആകുമ്പോൾ ഞാൻ ഈ കോവാഷ് ഇട്ട് മുടി കഴുകും. അത് കഴിയുമ്പോൾ പിന്നെ അടുത്ത 2 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഒരു സൺഡേ ഷാമ്പൂ ചെയ്താൽ മതി. അപ്പോൾ ഷാമ്പൂ കണ്ടീഷണറിൻ്റെ ഫ്രീക്വൻസി നന്നായിട്ട് കുറഞ്ഞു. ഇത് നല്ല രീതിയിൽ സ്കാൽപ്പും ക്ലീൻ ചെയ്യും. ഹെയർ ഭയങ്കര ഡ്രൈയും റഫും ഒന്നും ആക്കത്തില്ല. നമുക്ക് നല്ലൊരു ക്ലെൻസ്ഡ് ഫീലിംഗ് കിട്ടും. ഒരു ഷാമ്പൂ ഇട്ട ഫീല് തന്നെ കിട്ടും. എന്നാൽ മുടി അത്ര ഡ്രൈ ആവത്തൊന്നുമില്ല. ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇപ്പം ഇന്ന് രാവിലെ ഞാൻ കേൾ ഇതിട്ടാണ് കഴുകിയത്. മുടി ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ സ്കാൽപ്പൊക്കെ നല്ല ക്ലീനായി തന്നെ തോന്നി. ഇത് 250 ml ആണ്. ഇപ്പം ഇത് എത്ര തവണ ഞാൻ ഉപയോഗിച്ചു? ഒരു 20 തവണയെങ്കിലും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടാവും കേട്ടോ. 10 ഒന്നുമല്ല, ഫോർ ഷുവർ. അത്ര അനിമൽ ഒരു 20 തവണയെങ്കിലും ഞാനത് യൂസ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡിപ്പെൻഡിങ് ഓൺ യർ ഹെയർ ഓൾസോ. സ്കാൽപ്പിലാണ് പർട്ടിക്കുലർലി എനിക്ക് ആ ഒരു അഴുക്ക് ഫീല് വരെ ഒരു 3rd ഡേ ഒക്കെ ആകുമ്പോൾ ആ ഫീല് നന്നായിട്ട് ആ ഓയിലി ഫീല് മാറ്റി തരുന്ന ഒരു പ്രോഡക്റ്റാണ് കേളപ്പിൻ്റെ ഈ കോവാഷ് ക്ലെൻസിങ് കണ്ടീഷണർ. യാത്ര പോകുമ്പോൾ ഭയങ്കര ബെനിഫിഷ്യൽ. ഒരൊറ്റ പ്രോഡക്റ്റ് എടുത്താൽ മതി, കാര്യങ്ങളെല്ലാം നടക്കും. പിന്നെ ഞാൻ എൻ്റെ സൺസ്ക്രീൻ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തില്ല, കാരണം തീർന്നു. പക്ഷേ ഐ റിഗ്രറ്റ് നോട്ട് ആഡിങ് ഇറ്റ്. ഡീകൺസ്ട്രക്റ്റിൻ്റെ ജെൽ സൺസ്ക്രീൻ. ഇത് ആക്ച്വലി 2024 തുടങ്ങിയപ്പോഴേ തീർന്നതാണ്. ഞാനത് കളയാതെ ഇത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലും വീഡിയോയിൽ കാണിക്കാനൊക്കെ പറഞ്ഞു. ഇപ്പം ഞാൻ തപ്പിയപ്പോഴാണ് ഇത് കിട്ടിയത്. ഇത് ഓയിലി സ്കിന്നിന് ഭയങ്കര സ്യൂട്ടബിൾ ആയിട്ടുള്ള സൺസ്ക്രീനാണ്. തീർന്നു. ചെറിയൊരു കളർ കണ്ടോ, ചെറിയൊരു ടിൻറ്റഡ് പോലെ തോന്നും, പക്ഷേ ടിൻറ്റൊന്നും ഇല്ല. എല്ലാ സ്കിൻ ടോണും സ്യൂട്ട് ചെയ്യുന്നത് തന്നെയാണ്. ആൻഡ് ഒരുപാട് സൺസ്ക്രീൻസ് വന്നും പോയും ഒക്കെ ഇരിക്കുന്നുവെങ്കിലും ഇത് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണ്. ഞാൻ പൊതുവേ സൺസ്ക്രീൻ റിപ്പീറ്റ് വാങ്ങാത്ത എനിക്കിങ്ങനെ പുതിയ ബ്രാൻഡ്സ് ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ബട്ട് ഒരു സൺസ്ക്രീൻ മാത്രം ഞാൻ റിപ്പീറ്റ് അടിച്ച് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും ഞാൻ ആ സൈക്കിളിൽ ആഡ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ തന്നെയായിരിക്കും. ദിസ് ഈസ് എ ഗുഡ് വൺ. നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണ്, സ്വെറ്റി ആണ്, ഹ്യൂമിഡ് വെതർ ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഡീകൺസ്ട്രക്റ്റിൻ്റെ ഈ സൺസ്ക്രീൻ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാവുന്നതാണ്. സൺസ്ക്രീനിൻ്റെ തന്നെ ബോഡി സൺസ്ക്രീൻസിൻ്റെ ഒരു വീഡിയോയും റീസെൻ്റ്ലി ഓയിലി സ്കിന്നിന് അല്ലെങ്കിൽ ഹ്യൂമിഡ് വെതറിന് സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സൺസ്ക്രീനിൻ്റെ 2 വീഡിയോ ഞാൻ ലാസ്റ്റ് വീക്കും ലാസ്റ്റ് 5 months മുന്നേ ചെയ്തു. ആ 2 വീഡിയോയിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളത് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്യണം. പിന്നെ ഞാൻ ചെയ്തൊരു പ്രോഡക്റ്റും ഞാൻ എല്ലാ വീഡിയോയിലും സംസാരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ എർത്ത് ഋതത്തിൻ്റെ ബട്ടർ ക്രീം സോപ്പ്. ഇത് ഞാൻ തീർത്തു. ക്രീമി ടെക്സ്ചറാണ്. നമ്മൾ സോപ്പിന് പകരം എടുത്ത് ജസ്റ്റ് ഒന്ന് വെറ്റാക്കിയിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്തങ്ങ് തേച്ച് കുളിച്ചും കഴുകുക. വേണമെങ്കിൽ ലൂഫായി ഉപയോഗിക്കാം, ലൂഫ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ എല്ലാ വേരിയൻറ്റും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ഇവിടെ സ്റ്റോക്ക് ഉണ്ടാകും. റൈറ്റ് നൗ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ക്യുക്കുംബർ വേരിയൻ്റ് ആണ്, സമ്മർ റെയിൻ എന്ന് പറഞ്ഞിട്ട്. എനിക്കിതില്ലാതെ പറ്റില്ല. എനിക്ക് കുറേ നാൾ ബോഡി വാഷ് ഉപയോഗിക്കുമ്പോൾ ബോറടിക്കും. എന്നാൽ എനിക്ക് യൂഷ്വൽ സോപ്പ് ഉപയോഗിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബട്ടർ ക്രീം സോപ്പ് ഭയങ്കര ഒരു നെസസിറ്റിയാണ്. ഇതില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. ഇതൊക്കെയാണ് ഞാനിപ്പോൾ ചെയ്ത പ്രോഡക്ട്സ്. അതിൽ ഒന്നും അങ്ങനെ മോശം, ഞാൻ ഒരിക്കലും വാങ്ങില്ല, അങ്ങനെ ഒന്നും തോന്നിയില്ല. ഈ പ്രോഡക്ട്സ് എല്ലാം തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്നാലും എനിക്ക് തോന്നുന്നു ഈ 4 എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ്സ് ആണ്. ബാക്കിയെല്ലാം ഫേവറേറ്റ് അല്ല എന്നല്ല, ഇതിന് എനിക്ക് മേ ബി വേറെ ബ്രാൻഡ് കണ്ടുപിടിക്കാം. സൺസ്ക്രീൻ ഐ ഡു ഹാവ് അതർ ഫേവറേറ്റ്സ്. ഈ ബാം കൊള്ളാം, പക്ഷേ ഇറ്റ്സ് എ ഗുഡ് വൺ. ഭയങ്കര കിഡിലും നല്ല, ഇറ്റ്സ് എ ഗുഡ് വൺ. ബട്ട് ബാക്കി 1, 2, 3, 4 ഇത് 4 എന്തായാലും ഞാൻ റീപർച്ചേസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്രോഡക്ട്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ പ്രോഡക്റ്റ് ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. യു ചെക്ക് ദാറ്റ് ഔട്ട്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.